എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് കുറേ പേർക്ക് പരാതി ഉണ്ട്. ആ പരാതി ഒന്ന് തീർത്ത് തരാന്ന് വെച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. മോൻ എക്സാം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പലപ്പോഴും. അപ്പോൾ ഇന്നലെ ആയിട്ടിരുന്ന വീഡിയോ പുട്ടാണ്. പുട്ടെന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഒരുപാട് തരം പുട്ടുകൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഇട്ടിരുന്ന എൻ്റെ അമ്മയുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉതിർപ്പുട്ട്. എൻ്റെ അമ്മ പറയുന്ന പേര് ആവിപ്പുട്ട് എന്നാണ്. ചിലവർ അതിനെ പൊടിപ്പുട്ട് എന്ന് പറയും. അങ്ങനെ ഒരുപാട് പേരുകൾ അറിയപ്പെടുന്ന ഒരു പുട്ടാണത്. അതായത് നമ്മുടെ മോൾഡ് ഒന്നും ഇല്ലാതെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ കോമ്പിനേഷൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ചെറുപയർ കറിയാണ്. അതും ഈസിയാണ്. അപ്പൊ രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തവർ കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോബി മസാല ആയിട്ടുണ്ട്. അതായത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നാടൻ മസാലക്കറി. അപ്പൊ ഈ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഞാൻ ഓൾറെഡി ചെയ്തു എന്നാണ് എന്റെ ധാരണയായിരുന്നത്. ഞാൻ അതിന് ചെയ്തിട്ടില്ല എന്നുള്ള റീസെന്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ നോമ്പ് സമയമല്ലേ, അപ്പോൾ നോൺ വെജും ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ റെസിപ്പി ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ റീസെന്റ് ആയിട്ട് കുറേ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി പോലും തോറ്റുപോകും, അതുപോലെ ടേസ്റ്റാണ്. അത്രയും രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഗോബി മസാല തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നും പരാതി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 1:30 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയമാകുമ്പോൾ ഒന്ന് കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏത് സമയത്തായാലും കയറി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പൊ കാണാൻ മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കോളിഫ്ലവർ വെച്ചിട്ടുള്ള മസാലക്കറി ഉണ്ടാക്കാൻ നോക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അങ്ങനെ എല്ലാത്തിനും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ കോളിഫ്ലവറിൻ്റെ ഒരു 1/4 ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേരുണ്ട് അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. അപ്പോൾ ഇതൊക്കെ ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയുടെ അളവാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പൂക്കൾ തനിയെ അടർത്തിയെടുത്തു. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചു. അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇട്ടുണ്ടായിരുന്ന ഹണി ലെമൺ കോളിഫ്ലവർ എത്ര പേര് കണ്ടിട്ടുണ്ടായിരുന്നു? ആ റെസിപ്പിയിൽ ഞാൻ എങ്ങനെയാണ് കോളിഫ്ലവർ ഇതേപോലെ ക്ലീൻ ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്. ആ റെസിപ്പി അടിപൊളിയാണ്. ട്രൈ ചെയ്തവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നോമ്പ് മാസമൊക്കെ അല്ലേ, അപ്പോൾ നോമ്പിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് ഫെനൽ സീഡ്സ് നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ചതച്ചെടുക്കാം, അതല്ലെങ്കിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാനിവിടെ ചതച്ചാണ് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലോട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. നമുക്കത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 വലിയ സവാള, അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ഞാൻ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ നൈസായിരിക്കും ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്കൊരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഇതങ്ങ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ വാട്ടിയെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. ട്രാൻസ്ലൂസൻ്റ് അതായത് വാടിയ മാത്രം പോരാ കേട്ടോ. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഗോൾഡ് കളർ വരുന്ന സമയത്ത് മസാലകൾ ചേർക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇച്ചിരി ക്ഷമ വേണം. ബാക്കിയൊക്കെ എളുപ്പമാണ് ചെയ്യാൻ. ആ സവാള വാട്ടിയെടുക്കുന്ന സമയം മാത്രം മതി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും കേട്ടോ. ഞാനിതിന് മുൻപിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ, ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് പൊട്ടറ്റോ കറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം റെസിപ്പി തന്നെയാണ് ഇത് ഞാൻ ഫോളോ ചെയ്യുന്നത്. പക്ഷേ പൊട്ടറ്റോ ചെയ്തപ്പോൾ ഞാൻ പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഒരു ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ അല്ല. അപ്പോൾ വീണ്ടും പിന്നെ മാത്രമല്ല ഒരു പ്രോസസ്സ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോളിഫ്ലവർ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഞാൻ ഇന്നത് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ ടേസ്റ്റ് ഉണ്ട് ഇത്. അപ്പോൾ ഇത് ഗോൾഡൻ കളർ ആവട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതേ കണ്ടില്ലേ, നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ ഇത് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇങ്ങനെ ചെയ്താലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വാദ് കിട്ടുള്ളൂ. നിങ്ങൾ തിരക്ക് പിടിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഈ കറി ശരിയാവില്ല. അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരിക്കും. ചിക്കൻ കറിയൊക്കെ മാറി നിന്ന് പോകും. അതുപോലെ ടേസ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ
തീ കുറയ്ക്കാം, സിമ്മിലിടാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. കൂടുതലായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? വല്ലാത്തൊരു കുത്ത് വരും. ഇത്രയും പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായി അങ്ങ് ആദ്യം വഴറ്റി കൊടുക്കുക. നമുക്കിനി ഗരം മസാല ചേർക്കാനുണ്ട്. പക്ഷേ ഗരം മസാല ഞാൻ ഓൾറെഡി എല്ലാം വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന കാരണം നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടിയുടെ അളവ് 1/2 ടീസ്പൂണിന് പകരമായിട്ട് 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ കാശ്മീരി മുളക് പൊടി ചേർത്ത് നമുക്കൊരു നല്ലൊരു കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേപ്പിലയുടെ തണ്ട് ഞാൻ എടുത്ത് കളയുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൊമ്പ് പോലെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇത് ഇനി നമുക്ക് തീ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റിയതിന് ശേഷം 2 മിനിറ്റോളം വഴറ്റി കൊടുക്കുക. അപ്പോഴേക്കിനും ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കോളും മസാലയുടെ. അപ്പോൾ നിങ്ങൾ കുറേ നാളായില്ലേ എൻ്റെ അടുത്ത് ഇത് ആവശ്യപ്പെടുന്നത്. ഞാനിങ്ങനെ മറന്ന് പോവുമായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ ജാനിന് ഓഫീസിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഓർത്തു ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ പിന്നെ രാവിലെ തന്നെ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയത് കറി കഴിഞ്ഞു. ഇനി നമുക്കിതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂണാണ്. ഗരം മസാല എങ്ങനെയാണ് വീട്ടിൽ പൊടിക്കുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തൊരു കാണാൻ മറക്കരുത്. പണ്ടത്തെ വീഡിയോ ആണ് കേട്ടോ, ഇപ്പോഴൊന്നുമല്ല, ഞാൻ തുടങ്ങിയ സമയത്തിട്ട വീഡിയോ ആണ്. അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ബിരിയാണിയുടെ മസാല എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ, ഞാൻ റെസിപ്പി ഇടാം. കാരണം നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എന്ന് പറയുമ്പോൾ നല്ല പഴുത്ത തക്കാളി ആയിരിക്കും ശ്രദ്ധിക്കുക. 1.5 തക്കാളി. ഞാനിവിടെ മീഡിയം തക്കാളി ആയതുകൊണ്ട് 1.5 തക്കാളിയാണ് എടുക്കുന്നത്. ചെറിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 തക്കാളി മതിയാവും. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതങ്ങ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. നല്ലോണം അങ്ങ് കുക്കാവണം. അതിനുശേഷം നമുക്കിതിലോട്ട് കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം നമുക്ക്. ഞാനിവിടെ ഇത് തുറന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട് തക്കാളി. ഇതുപോലെ നല്ല ഉടഞ്ഞിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അതിനുശേഷം വേണം നമുക്കിതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഈ ഗ്രേവിയുടെ ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇനി വേണ്ട, നിങ്ങൾക്ക് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മസാലയിൽ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രേവിയുടെ ടേസ്റ്റ് നല്ല കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്താം. അതിനുശേഷം നമുക്കിതിലോട്ട് ഇനിയിപ്പോൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ചെറിയ പീസായിട്ടും ഇട്ടാൽ മതി കേട്ടോ, ഒരുപാട് വലുതാക്കി ഇടണ്ട. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ മസാല അങ്ങ് എത്തണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റോളം അങ്ങ് ഇതിൽ കിടന്ന് കുക്കാവട്ടെ. അപ്പോഴാണ് ഇതിലോട്ടൊക്കെ മസാല നന്നായി പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ വേറിട്ട് കിടക്കണ പോലെ തോന്നും മസാല ഒന്നും പിടിക്കാതെ. പിന്നെ ഈ കോളിഫ്ലവർ ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓവറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആകെ അലിഞ്ഞ് പിളിഞ്ഞ് പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ക്ഷമയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ ആധാരം. ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. ഈ തിരക്കുള്ളവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ജോലിക്ക് പോകണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനത്തെ കറികളൊക്കെ തലേദിവസം സമയമുള്ളപ്പോൾ തന്നെ ഇത് കുക്ക് ചെയ്ത് വെക്കാം. പിന്നെ രാവിലെ നമുക്ക് എളുപ്പമായില്ലോ കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല, ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് തീ മാറ്റാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഇളക്കി കൊടുത്തതാണേ. അടി പിടിക്കാൻ പാടില്ല, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇതങ്ങ് ആകെ അങ്ങ് ഉടഞ്ഞ പോലെ ആയി പോവും. അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിനി ഇതിലോട്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർക്കാണ്ട് തന്നെ കുക്ക് ചെയ്യണം. അതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്നിട്ട് എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് അളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ കറി ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. നല്ലോണം എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരല്പം കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം മതി, വേണമെങ്കിൽ മാത്രം. ഒരു നുള്ളു ഗരം മസാല, പിന്നെ ഞാൻ എൻ്റെ ചിക്കൻ കറിയിലൊക്കെ ചേർക്കുന്ന പോലെ ഉള്ളിലത്തെ ദശ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു തക്കാളിയുടെ 1/4 ഭാഗം. ഉള്ളിലൊന്നുമില്ല, പൾപ്പൊന്നുമില്ല കേട്ടോ. ആ ഒരു ഇത് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ 2 പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ കറീനെ വെല്ലുന്ന
കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാൻ പറയുന്നില്ല, നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇപ്പോൾ ഒരു 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കറി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ, ഇതിപ്പോൾ കണ്ടില്ലേ, ഉടഞ്ഞിട്ടൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അവസാനമായിട്ട് ഒരു സംഭവം ആഡ് ചെയ്യാൻ ഞാൻ മറന്നു കേട്ടോ. ഒരു നുള്ളു പഞ്ചസാര, അത് ഓപ്ഷനിലാണ്. പക്ഷെ എനിക്ക് എൻ്റെ കറിയിൽ ഇതില്ലെങ്കിൽ എൻ്റെ കറി പൂർണ്ണമാവില്ല, അതുകൊണ്ട് മാത്രം ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ വീഡിയോ കാണാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം കൊണ്ടുവരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗോബി മസാല ഇതാ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ചപ്പാത്തി, കുറച്ച് ഗോബി മസാലയും കൂടി അങ്ങ് എടുത്ത് കഴിക്കാം. കഷ്ണവും കുറച്ച് ഗ്രേവി എടുക്കും. അരെ വാ, വേറൊന്നും പറയാനില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. 5 ദിവസങ്ങൾ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. വെറുതെ പൂ വെച്ച് തകർത്തേക്ക്. ഈ സമയം എല്ലാം പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും. എന്തിനാ ഉണ്ടാവും, ദൈവത്തിനറിയാം. എന്ത് രസമായിട്ട് അതിങ്ങനെ പടർന്ന് നിൽക്കുന്ന ചെടികൾ അല്ലേ. നടന്ന് അമ്മീമോനും ഇവിടെ എത്തിയിട്ടുള്ളൂ. ഓ, അപ്പൊ മലയാളിക്ക് ഒരു മെസ്സേജ് അയക്കൂ. അപ്പുറത്തിരുന്ന് കേൾക്കുന്നുണ്ടാവും മലയാളി ചിലപ്പോ.